നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിലെ കിരീട പോരാട്ടം ഇഞ്ചോടിഞ്ച് എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുകയാണല്ലോ. ഇന്ന് ബാഴ്സക്കും റയലിനും കളിയുണ്ട്. ആദ്യം കളിക്കുന്നത്, അതായത് ബാഴ്സയുടെ കളിയേക്കാൾ മുമ്പ് നടക്കുന്നത് റയലിൻ്റെ കളിയാണ്. ഇന്ന് 7:45 രാത്രി ഇന്ത്യൻ സമയം 7:45 സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡ് വലൻസിയയ്ക്കെതിരെ ഏറ്റുമുട്ടുന്നു. മികച്ചൊരു പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്ന ഈ കളിയിൽ റയലിൻ്റെ ആരാധകരുടെ ആശങ്ക 6 ഗോൾ കീപ്പറായിട്ട് നിൽക്കും. തിബോട്ട് കോർട്ടുവ പരിക്കേറ്റ് നേരത്തെ പുറത്താണ്. ലൂനിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ, അദ്ദേഹം 4 ആഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആഞ്ചലോട്ടി ഇക്കാര്യത്തിലൊരു വ്യക്തത നൽകുന്നുണ്ട്. കോർട്ടുവ ഇപ്പോൾ മച്ച് ബെറ്ററാണ്. ട്യൂസ്ഡേയിലേക്ക് ചാമ്പ്യൻസ് ലീഗ് മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൂനിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്, ചെറിയ ഡിസ്കംഫർട്ട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ടോട്ടൽ കോൺഫിഡൻസ് ഉണ്ട്, ഫ്രാനിൽ ടോട്ടൽ കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഇന്നലെ ആഞ്ചലോട്ടി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട്. പക്ഷേ സ്ക്വാഡ് ലിസ്റ്റിൽ ഇപ്പോൾ ലൂനിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടനുസരിച്ച് ഇന്ന് ലൂനിൻ തന്നെ അവരുടെ ഗോൾ വല കാത്തേക്കും. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് ലൂനിൻ, ഫ്രാൻ ഗോൺസാലസ്, സെർജിയോ മെസ്ട്രെ. ഡിഫൻഡർമാരായിട്ട് അലാബ, ലൂക്കാസ് വാസ്കസ്, വല്ലേജോ, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, അസെൻസിയോ എന്നിവരാണുള്ളത്. മധ്യനിരയിൽ ബെല്ലിംഗാം, കമവിംഗ, വാൽവർദെ, മോഡ്രിച്ച്, ഷോമനി, ആർദ ഗ്യൂളർ എന്നിവർ ഉണ്ടെങ്കിൽ മുന്നേറ്റ നിരയിൽ വിനി ജൂനിയർ, കിലിൻ എംബാപ്പെ, റോഡ്രിഗോ, എൻട്രിക്ക്, ബ്രാഹിം എന്നിവരുണ്ട്. മികച്ച ശക്തമായ സ്ക്വാഡും കൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഇറങ്ങുന്നു. കാരണം ഒറ്റ പോയിന്റ് പോലും നഷ്ടപ്പെടുത്താനാവില്ല. ബാഴ്സയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 3 പോയിന്റിന് ഇപ്പോൾ പുറകിലാണ്. ഒറ്റ കളിയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ പണി പാളും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.